ഞാൻ ഭൂമിയിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഒഴുകുമ്പോ ജനങ്ങളെല്ലാം എന്റെ വെള്ളത്തിൽ കുളിച്ചിട്ട് അവരുടെ പാപങ്ങളെല്ലാം എനിക്ക് കിട്ടത്തില്ലേ എന്നാണ് ഗംഗാദേവി ചോദിച്ചു. അപ്പൊ ഭഗീരഥൻ പറഞ്ഞു, അമ്മേ നീ ഒന്നും പേടിക്കണ്ട, നിന്റെ ഈ ഒഴുകുന്ന സ്ഥലത്തൊക്കെ സാധു സജ്ജനരുണ്ടാവും, സന്യാസിമാരുണ്ടാവും. അവരുടെ ഹൃദയത്തിൽ സദാസമയം ശ്രീഹരി കാണും. ശ്രീഹരിയുടെ സ്മരണ കൊണ്ട് അവർ പാവനരാകുന്ന, അവർ നിന്റെ വെള്ളത്തിൽ കുലിക്കുമ്പോൾ നിനക്ക് പുണ്യം കിട്ടും. അത് കാരണം ഒരിക്കലും നിനക്ക് പാപം കിട്ടൂല. മൂന്നാമത്തെ പ്രശ്നങ്ങൾക്ക് ഞാൻ ബ്രഹ്മാവിനോട് തപസ് ചെയ്തിട്ട് ചോദിച്ചിട്ട് പറയാമെന്നാണ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഭഗീരഥൻ തിരിച്ച് ബ്രഹ്മാവിനെ ഉദ്ദേശിച്ചിട്ട് ഘോരമായി തപസ് ചെയ്തു. ബ്രഹ്മാവ് പ്രത്യക്ഷമായി. അപ്പൊ ബ്രഹ്മാവിനോട് ഭഗീരഥൻ പറഞ്ഞു, ഗംഗാദേവിയെ ഭൂമിയിലെ വന്ന് പാതാളത്തിലേക്ക് വരാൻ അനുമതി നൽകണം. രണ്ടാമത് ഈ വേഗത്തിൽ വരുന്ന ഗംഗാദേവിയെ ഇടയ്ക്ക് വെച്ച് ആ വേഗത്തെ കുറക്കാൻ ആരാണ് ഗംഗാദേവി ഭരിക്കാനെല്ലാം ധരിക്കാൻ ശേഷിയുള്ളതെന്ന് പറയണം. അപ്പോ ബ്രഹ്മാവ് പറഞ്ഞു, ഗംഗാദേവിയെ ഭൂമിയിലേക്ക് വരാൻ ഞാൻ സമ്മതി തരുന്നുണ്ട്. രണ്ടാമത് മഹാദേവനല്ലാതെ വേറെ ആർക്കും ഗംഗാദേവിയുടെ വേഗത കുറക്കാൻ പറ്റില്ല. അത് കാരണം ഭഗീരഥൻ മഹാദേവൻ വേണ്ടിയിട്ട് തപസ് ചെയ്യുക എന്താണ് പറഞ്ഞിട്ട് അന്തർധാനമായി. ഭഗീരഥൻ മൂന്നാമത് വീണ്ടും മഹാദേവനില്ലെങ്കിൽ ശിവന് വേണ്ടിയിട്ട് തപസ് ചെയ്തു. ശിവന് പ്രത്യക്ഷമായി. അപ്പോ ഭഗീരഥൻ ശിവനോട് പ്രാർത്ഥിച്ചു, ഗംഗാദേവി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്നുണ്ട്, ആ വേഗത കുറക്കാൻ ഭഗവാൻ ഗംഗാദേവി ശിരസിൽ ധരിക്കണമെന്നാണ് പറയുന്നു. അപ്പോ ശിവന് സമ്മതിച്ചു. അപ്പോ ബ്രഹ്മാവിന്റെ അനുമതിയും ശിവന്റെ അനുമതിയും ഭഗീരഥൻ ഗംഗാദേവിയോട് പറഞ്ഞു. ഗംഗാദേവി വരാൻ സമ്മതിച്ചു. ആ സമയത്ത് ഗംഗാദേവിയുടെ മനസ്സിൽ ഒരു കുസും ഇല്ലെങ്കിൽ ഒരു കുസൃതി തോന്നി. ഗംഗാദേവി വിചാരിച്ച മനസ്സിലെ, ഞാനു മൂത്തതല്ലേ, ഉമാദേവി ഇല്ലെങ്കിൽ പാർവതി എന്റെ സഹോദരിയാണ്, പക്ഷെ ഉമാദേവിയാണ് ഭഗവാന്റെ ഇല്ലെങ്കിൽ ശിവന്റെ ഭാര്യയായി നിൽക്കുന്നത്. അത് കാരണം ഉമയുടെ ഗർവം നമുക്ക് നശിപ്പിക്കണം. രണ്ടാമത് എന്റെ പ്രവാഹത്തിന്റെ വേഗത കൊണ്ടു ശിവനെ തലവേദന ഏൽപ്പിക്കണമെന്നാണ് വിചാരിച്ചിട്ട് ഗംഗാദേവി ഒറ്റ ഒരു ചാട്ടത്തിൽ താഴെ വീണു. ഈ ഗംഗാദേവിയുടെ മനസ്സ് അറിഞ്ഞ ശിവൻ സർവജ്ഞന് സർവാന്തരാത്മനല്ലേ. അപ്പോ ഗംഗാദേവിയുടെ ഈ ഗർവം കുറക്കാൻ വേണ്ടിയിട്ട് ശിവൻ എന്താ ചെയ്തു, തലയുടെ മുടികളൊക്കെ ബഹുവിസ്തീർണം വ്യാപിച്ചിട്ട് സമാധാനമായിട്ടിരുന്നു. ഗംഗാദേവി ഒറ്റ ഒരു ചാട്ടത്തിൽ താഴെ വീണു കഴിഞ്ഞിട്ട് പിന്നെ ഗംഗാദേവിക്ക് ഒന്നും കാണാൻ പറ്റില്ല. എല്ലാ സ്ഥലത്തും ഘോരാന്ധകാരം. ഇപ്പോ ഗംഗാദേവിക്ക് മനസ്സിലായി, ശിവൻ എന്റെ മനസ്സറിഞ്ഞിട്ട് എന്റെ ഗർവം കുറക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ വിടുന്നില്ല. അപ്പോ ഭഗീരഥൻ നോക്കി, സ്വർഗത്തിൽ നിന്ന് താഴെ വീണ ഗംഗാദേവി ശിവന്റെ മുകുട്ടത്തിൽ നിന്ന് തിരിച്ച് താഴെ വന്നില്ല. അപ്പോ ഭഗീരഥൻ തിരിച്ച് ശിവനെ പ്രാർത്ഥിച്ചു ചോദിച്ചു, മഹാദേവ ഗംഗാദേവിയെ വിടുന്നില്ലേ? മഹാദേവന് പറഞ്ഞു, ഗംഗാദേവി ഭയങ്കരമായ ഗർവത്തിലാണ്, അതേ വേഗത്തിൽ ഞാനിപ്പോ വിട്ട ഗംഗാദേവി ഭൂമിയെ മൊത്തം നശിപ്പിക്കും. കുറച്ചു നാളാവട്ടെ, ഗംഗാദേവിയുടെ ഗർവമൊക്കെ കുറഞ്ഞിട്ട് ഞാൻ വിടാമെന്നാണ് പറഞ്ഞു. അപ്പൊ വീണ്ടും ഭഗീരഥൻ ശിവന് വേണ്ടിയിട്ട് തപസ് ചെയ്തു. സന്തുഷ്ടനായ ശിവൻ ഗംഗാദേവിയെ തന്റെ മുകുട്ടത്തിൽ നിന്ന് വിട്ടു. 7 ധാരകളായാണ് ഗംഗാദേവി ബിന്ദു സരോവരത്തിൽ വന്നത്. അതിലെ 3 ധാരകളിൽ സ്രോതസ്സുകൾ കിഴക്കേ ദിക്കിലേക്ക്, 3 ധാരകളിൽ സ്രോതസ്സുകൾ പടിഞ്ഞാറ് ദിക്കിലേക്ക് പോയി. ഒരു ധാര മാത്രം ഭഗീരഥനെ അനുസരിച്ചിട്ട്, ഭഗീരഥൻ രഥത്തിൽ തേരിൽ പോവായിരുന്നു. ഭഗീരഥന്റെ കൂടെ ഗംഗാദേവി ഒരു ധാര മാത്രം ആ വഴി പോകുന്ന വഴി ഇടയ്ക്ക് വെച്ച് ജഹ്നു മഹർഷിയുടെ ആശ്രമം ഉണ്ടായിരുന്നു. ഗംഗാദേവി തന്റെ ഒഴുക്കിൽ ആ ആശ്രമത്തെ നശിപ്പിച്ചു. കോപാകുലനായ ജഹ്നു മഹർഷി ഗംഗാദേവിയെ കൈകളുകൊണ്ട് ആചമനം ചെയ്തു. പിന്നെ ഭഗീരഥൻ നോക്കുമ്പോൾ ഗംഗാദേവി ഇല്ല. അപ്പോൾ ജഹ്നു മഹർഷി ഭഗീരഥൻ തിരിച്ച് പ്രാർത്ഥിച്ചു, എന്റെ പിതൃകൾക്ക് മോക്ഷം കിട്ടാനുണ്ടെങ്കിൽ ഗംഗാദേവിയുടെ ജലതർപ്പണം വേണം, ദയവായി ഭവാൻ ഗംഗാദേവിയെ വിടണം, വിമോചിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ജഹ്നു മഹർഷി ആ പ്രാർത്ഥന കൊണ്ട് സന്തുഷ്ടനായി ഗംഗാദേവിയെ വിട്ടു. അപ്പോൾ ഭഗീരഥനെ അനുസരിച്ചിട്ട് സമുദ്രത്തിലേക്ക് പോയി അവിടെ നിന്ന് പാതാളത്തിലേക്കാണ് ഗംഗാദേവിയെ ഭഗീരഥൻ കൊണ്ടുപോയി പിതൃതർപ്പണം ചെയ്തു. ആ തർപ്പണം കൊണ്ട് ഭഗീരഥന്റെ പിതൃകൾ എല്ലാവർക്കും മോക്ഷം കിട്ടി. അന്നു മുതലാണ് ഗംഗാദേവിയുടെ ജലതർപ്പണം കൊണ്ട് പിതൃകൾ മോക്ഷം കിട്ടുന്നു എന്ന് പറഞ്ഞ് ഉറപ്പായത്. ഈ കഥയുടെ
തത്വം മനുഷ്യരെല്ലാവരും നമ്മൾ എന്ത് പ്രയത്നം ചെയ്താലും ഒരുപാട് കഷ്ടിച്ച് പ്രയത്നം ചെയ്താൽ മാത്രമേ നമുക്ക് ഫലം കിട്ടുള്ളൂ. നമ്മുടെ സംസ്കൃത ഭാഷ പുനരുദ്ധാരണം വേണമെങ്കിൽ നമ്മുടെ എല്ലാവരും ഭഗീരഥന് പോലെ പ്രയത്നം ചെയ്താലേ നമുക്ക് ഈ ഹിന്ദി പാട്ടിൽ പറയുന്ന പോലെ സാരേ ജഹാസെ അച്ഛ എന്ന് പറഞ്ഞ് ഭാരതദേശം ബാക്കി എല്ലാ ദേശങ്ങളും ഉത്തമമായ ദേശമായി മാറും. ഭാരതത്തിന്റെ ആത്മാവും ബൗദ്ധിക സമ്പത്തുമാണ് സംസ്കൃതം. വെറുമൊരു ഭാഷ മാത്രമല്ല, ഭാരതീയ സംസ്കാരത്തിന്റെ അക്ഷയ സ്രോതസ്സാണ്. പൗരാണികതയെ ആധുനികതയുമായി ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ്. ശാസ്ത്രം, വിവരസാങ്കേതിക വിദ്യ, ജ്യോതിശാസ്ത്രം, കൃഷി, വാസ്തുശില്പം, ആരോഗ്യം, സാമ്പത്തിക ശാസ്ത്രം, എന്തിന് ജീവിതത്തിന്റെ ഏതു തുറയിലും വിജ്ഞാനത്തിന്റെ ആവശ്യമായ നിധിശേഖരമാണ് സംസ്കൃത ഭാഷയും സാഹിത്യവും. നമ്മുടെ രാഷ്ട്രത്തിന്റെ ദർശനങ്ങളും ചിന്തകളും ധർമ്മസങ്കല്പങ്ങളും ജീവിത മൂല്യങ്ങളും സംസ്കൃത ഭാഷയിലാണ്. വിദേശ അധിനിവേശത്തിൽ നിന്നും സ്വതന്ത്രമായ ഭാരതം ഉയർത്തെഴുന്നേൽക്കുകയാണ്. ലോകം അദ്ഭുത ആദരങ്ങളോടെ നമ്മുടെ വൈജ്ഞാനിക സമ്പത്തിൽ പ്രാവീണ്യം നേടാൻ സംസ്കൃത പഠനത്തിന് വെമ്പൽ കൊള്ളുന്നു. കർമ്മമണ്ഡലത്തെ കരുത്തുറ്റതാക്കുവാനും പ്രതിസന്ധികളെ നേരിടുവാനും ശ്രീമദ് ഭഗവത്ഗീതയിൽ അഭയം തേടുന്നു. സന്തുലിത പരിസ്ഥിതിക്കായി വേദോപനിഷത്തുകളും പഠിക്കുന്നു. ആരോഗ്യരക്ഷയ്ക്ക് ആയുർവേദത്തെ ഉറ്റുനോക്കുന്നു. മനഃശാന്തിക്ക് യോഗവിദ്യയും ധ്യാനവും ശീലിക്കുന്നു. ശാസ്ത്ര സത്യങ്ങൾ മനസ്സിലാക്കാൻ പുരാതന താളിയോല ഗ്രന്ഥങ്ങൾ തിരയുന്നു. കമ്പ്യൂട്ടറുകൾക്ക് പോലും ഈ ഭാഷ സഹായിയാണ്. ഈ പ്രത്യേക സാഹചര്യത്തിൽ വൈജ്ഞാനിക സമ്പത്തിന്റെ മൂലഭാഷയായ സംസ്കൃതത്തിലുള്ള അറിവ് ഒരു ഭാരതീയനും അന്യമാകാൻ പാടില്ല. എല്ലാ ഭാരതീയ ഭാഷകളിലും പകുതിയിലധികം പദങ്ങൾ സംസ്കൃതജന്യമാണ്. അനാദികാലം മുതൽ പ്രയോഗത്തിലുള്ള ഈ ഭാഷ നമ്മുടെ സിരകളിൽ പ്രവഹിക്കുന്ന രക്തത്തിലുണ്ട്. അതിനാൽ അനായാസമായി ഭാരതീയ പൈതൃകമായ ഈ ഭാഷ പഠിക്കാം. സംസ്കൃതം അറിയാത്ത ഒരു ഇന്ത്യക്കാരനും പൂർണ്ണത നേടുന്നില്ല. ഇന്ത്യയുടെ വളരുന്ന ഇളം തലമുറയെ സംസ്കൃതം പഠിക്കാനായി ക്ഷണിച്ചുകൊണ്ട് ക്ലാസ് ആരംഭിക്കട്ടെ. സംസ്കൃത ക്ലാസ്സിലേക്ക് സ്വാഗതം. ഭാഷാ പഠനത്തിന്റെ തുടക്കം സംഭാഷണത്തിലൂടെയാണ്. കേട്ടും പറഞ്ഞുമാണ് ഭാഷ മനസ്സിലാക്കുന്നത്. എഴുതുക പിന്നാലെയാണ്. അമ്മയും കുടുംബാംഗങ്ങളും പറയുന്നത് കേട്ടും അനുകരിച്ചുമാണ് കുട്ടി ഭാഷ പഠിക്കുന്നത്. മമ നാമ രാഗിണി. മമ നാമ രാഗിണി. ഭവതഃ നാമ കിം? മമ നാമ അരവിന്ദ്. മമ നാമ രാഗിണി. ഭവതഃ നാമ കിം? മമ നാമ അരവിന്ദ്. ഉത്തമം. മമ നാമ രാഗിണി. ഭവത്യാഹ നാമ കിം? മമ നാമ രുക്മിണി. മമ നാമ രാഗിണി. ഭവത്യാഹ നാമ കിം? മമ നാമ രുക്മിണി. ഭവതഃ നാമ കിം? മമ നാമ അരവിന്ദ്. പരിചയം കരോതു. ഭവത്യാഹ നാമ കിം? മമ നാമ രുക്മിണി. ഭവതഃ നാമ കിം? മമ നാമ അരവിന്ദ്. ഉത്തമം. ഏഷഃ വിവേകാനന്ദഃ. ഏഷഃ വിവേകാനന്ദഃ. ഏഷഃ വിവേകാനന്ദഃ. സഹ വിവേകാനന്ദഃ. സഹ വിവേകാനന്ദഃ. ഏഷഃ ഗണേശഃ. ഏഷഃ ഗണേശഃ. സഹ വിവേകാനന്ദഃ. ഏഷഃ ഗണേശഃ. സഹ വിവേകാനന്ദഃ. ഏഷഃ കഃ? സഹ ഗണേശഃ. ഏഷഃ കഃ? സഹ ഗണേശഃ. ഏഷഃ ഗണേശഃ. സഹ വിവേകാനന്ദഃ. ഏഷഃ ഗണേശഃ. സഹ വിവേകാനന്ദഃ. ഏഷഃ കഃ? സഹ വിവേകാനന്ദഃ. ഏഷഃ വിവേകാനന്ദഃ. ഏഷഃ കഃ? സഹ വിവേകാനന്ദഃ. ഉത്തമം. ഏഷാ ഘടി. ഏഷാ കാ? സാ ഘടി. ഏഷാ കാ? സാ ഘടി. ഏഷാ ഘടി. ഏഷാ ഘടി. സാ കാ? സാ ഘടി. സാ കാ? സാ ഘടി. കാ സാ? സാ ഘടി. ഉത്തമം. ഏതത് കങ്കണം. ഏതത്
കങ്കണം. ഏതത് കങ്കണം. ഏതത് കിം? തത് കങ്കണം. ഏതത് കങ്കണം. തത് കങ്കണം. തത് കിം? തത് കങ്കണം. തത് കങ്കണം. ഏതത് കങ്കണം. തത് കിം? തത് കങ്കണം. തത് കിം? തത് കങ്കണം. ഏതത് കിം? തത് കങ്കണം. ഉത്തമം. സഹ എന്ന് പറഞ്ഞാൽ അവനെന്നും ഏഷഹ എന്ന് പറഞ്ഞാൽ ഇവനെന്നും. മനസ്സിലായില്ലേ? അതുപോലെ സ എന്ന് പറഞ്ഞാൽ അവളെന്നും ഏഷ എന്ന് പറഞ്ഞാൽ ഇവളെന്നും പറയും. ഇതുപോലെ സംസ്കൃതത്തില് ഏതത് എന്ന് പറഞ്ഞാൽ ഇതെന്നും തത് എന്ന് പറഞ്ഞാൽ അതെന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. പ്രസിദ്ധമായ അനവധി ക്ഷേത്രങ്ങൾ ഭാരതത്തിലുണ്ട്. ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് അറിവ് നൽകുക എന്നതാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. പ്രസിദ്ധമായ വാരനാട് ഭഗവതി ക്ഷേത്രത്തെയാണ് ഈ ലക്കത്തിൽ പരിചയപ്പെടുത്തുന്നത്. നൂറ്റാണ്ടുകളുടെ പഴമയും പെരുമയുമുള്ള വാരനാട് ദേവീ ക്ഷേത്രം ആദി പരാശക്തി വാണരുളുന്ന ഉത്തര തിരുവിതാംകൂറിലെ പ്രശസ്തമായ ദേവസ്ഥാനമാണ്. ചേർത്തല ടൗണിൽ നിന്നും 3 കിലോമീറ്റർ വടക്കുകിഴക്കായി വേമ്പനാട്ട് കായലോരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ദാരികവധത്തിനു ശേഷം ശത്രുസംഹാര മൂർത്തിയായ ജഗദംബിക രൗദ്രഭാവം വെടിഞ്ഞ് ശാന്തസ്വരൂപിണിയായി ഭക്തജനങ്ങൾക്ക് അഭീഷ്ടസിദ്ധി പ്രദാനം ചെയ്തു വാഴുന്ന പുണ്യസ്ഥലമാണ് ഈ ക്ഷേത്രം. കേരളത്തിലെ അത്യപൂർവങ്ങളായ ചില വിധാനത്തില് ഭദ്രയുടേതായിട്ടുള്ള വിധാനത്തിലുള്ള ഒരു ക്ഷേത്രമാണ് വാരനാട് ഭഗവതി ക്ഷേത്രം. ഇവിടെ കൊടുങ്ങല്ലൂരുമായിട്ടും മറ്റും ബന്ധമുള്ളതായ ചില പ്രത്യേകതകൾ ഉണ്ട്. കൊടുങ്ങല്ലൂരെ ദേവിയുടേതായ സങ്കല്പം, അതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രത്യേകതകൾ. ഇവിടുത്തെ ധ്യാനം തന്നെ ശംഭുസ്ഥാ ശശലക്ഷ്മഖണ്ഡ വിലസൽക്കോട്ടീര ചൂതോജ്വല വിഭ്രാണ കരപങ്കജൈർ ഗുണശ്രണി ഖഡ്ഗം കപാലം തഥാ മുണ്ടസ്രക് പരിമണ്ഡിരാതൃനയന രക്രാംഗരാഗാംശുക സർവാലങ്കരണോജ്വല ശിരിനിഭാവ പാതുനിത്യം ശിവ. ശംഭുസ്ഥയാണ്. ശംഭു എന്ന് പറഞ്ഞാല് ശം ഇതി മംഗളം, ഭൂ ഇതി ഭുവനം, സ്ഥിതി ചെയ്യുന്നത്. ശംഭുവിന്റെ, അതായത് ഈ ഭുവനത്തിന് മംഗളത്തെ ചെയ്യുന്നവന്റെ ഭാര്യയായിട്ടുള്ള പ്രത്യേകമായ സങ്കല്പമാണ്. അതിരൗദ്രമായിട്ടുള്ള ശിവപത്നിയായിട്ടുള്ള മഹാകാളിയുടെ ഒരു സങ്കല്പമാണ്. അത് ആ ധ്യാനം അവസാനിക്കുന്നത് തന്നെ ന പാതുനിത്യം ശിവ, ഞങ്ങളെ ആ ശിവ, ആ ശിവന്റെ ഭാര്യയായിട്ടുള്ള ആ ദേവി ഞങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞാണ്. ആ ദേവിയുടെ തിരുസന്നിധിയില് എല്ലാ വർഷവും കുംഭമാസത്തില് അശ്വതി നാള് ആറാട്ട് വരത്തക്ക വിധം 13 ദിവസത്തേതായ തിരുവുത്സവം നടക്കുന്നു. ഭക്തരുടെ വിളിപ്പുറത്തമ്മയാണ് വാരനാട്ടമ്മ എന്നതിനാൽ ഞായർ, ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ദർശനത്തിനും പ്രാർത്ഥനയ്ക്കുമായി വൻ ജനത്തിരക്കാണ്. ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ശ്രദ്ധേയമാണ്. വയലാറിലെ പുതിയ കോവിലകത്തെ വന്ധ്യവയോധികനായ ഒരു തമ്പുരാൻ ആരാധനാമൂർത്തിയായ ദേവീ വിഗ്രഹവുമായി വേമ്പനാട്ടു കായലിൽ യാത്ര ചെയ്യുമ്പോൾ അപ്രതീക്ഷിതമായ കാറ്റും മഴയും ഉണ്ടായി. കായൽക്ഷോഭത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ വില്ലുവെള്ളം കരയ്ക്കടുപ്പിച്ചിറങ്ങി. പൂജാതി കർമ്മങ്ങൾ മുടങ്ങാതെ നടത്താനായി ഒരു മണൽ തിട്ടയിൽ മണൽ വാരിക്കൂട്ടി പീഠമുണ്ടാക്കി വിഗ്രഹം പ്രതിഷ്ഠിച്ച് ആരാധന നടത്തി. കായൽ ശാന്തമായപ്പോൾ
യാത്ര തുടരുന്നതിനായി വിഗ്രഹം ഇളക്കിയെടുക്കാൻ ശ്രമിച്ചുവെങ്കിലും ഉയർത്താൻ കഴിഞ്ഞില്ല. വിവരമറിഞ്ഞ നാട്ടുപ്രമാണികൾ പ്രശ്നവിധി പ്രകാരം ആ സ്ഥലത്ത് ഒരു ക്ഷേത്രം നിർമ്മിക്കുവാൻ തീരുമാനിച്ചു. മണൽ വാരിക്കൂട്ടിയുണ്ടായ നാട് വാരനാട് എന്നറിയപ്പെടാനും ഇടയായി. അമ്മയുടെ പ്രധാനമായ തിരുവുത്സവം എന്ന് പറയുന്നത് കുംഭമാസത്തിലെ ഭരണിയോടനുബന്ധിച്ച് 14 ദിവസം മുമ്പ് തിരുവുത്സവമാണ്. അതുപോലെ മകരമാസത്തിലെ പൊങ്കാല ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണെന്ന് നിരവധി സ്ത്രീജനങ്ങൾ പങ്കെടുക്കുന്ന പൊങ്കാല ഏറ്റവും വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. ഈ ക്ഷേത്രത്തിന്റെ ഭരണം എന്ന് പറയുന്നത് മറ്റൊരിടത്തും കാണാത്തരവിൽ സാമുദായിക മൈത്രിക്ക് ഉദാഹരണമാണ്. NSS, SNDP, ക്ഷത്രിയ സഭ, ധീവരസഭ എന്നീ 4 സമുദായങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഭരിക്കുന്ന ക്ഷേത്രം കേരളത്തിൽ മറ്റെവിടെയും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അറുനാഴി, കൈവെട്ടക കുരുതി, ശത്രുസംഹാര പുഷ്പാഞ്ജലി, മകരഭരണിയിലെ പൊങ്കാല, കുംഭഭരണി ദിനത്തിലെ ഗരുഡൻ തൂക്കം, ഒറ്റത്തൂക്കം, മീനഭരണിയിലെ കുംഭകുടം ഇവയെല്ലാം പ്രധാന വഴിപാടുകളാണ്. വൃശ്ചികം 1 മുതൽ ധനു 11 വരെ 41 ദിവസം കളമെഴുത്തും പാട്ടും നടത്തുന്നുണ്ട്. മണ്ഡല അവസാനത്തിൽ മുഖമണ്ഡപത്തിൽ ഇടുന്ന 16 കൈകളിലും ആയുധധാരിയായ ദേവീരൂപം തൊഴാനും പ്രാർത്ഥിക്കാനും 10,000-കണക്കിന് ഭക്തജനങ്ങൾ എത്താറുണ്ട്. ക്ഷേത്രാധിപതിയായ ശ്രീ പരമേശ്വരൻ, സർപ്പദൈവങ്ങൾ, ക്ഷേത്രപാലൻ, കൊടുങ്കാളി തുടങ്ങിയ ഉപദേവതാ പ്രതിഷ്ഠകളും ഉണ്ട്. ഈ ഊരാളുന്ന ക്ഷേത്രത്തിന്റെ ഭരണസമിതിയുടെ പ്രസിഡന്റ് ശ്രീ PN നടരാജനും സെക്രട്ടറി ശ്രീ P മോഹൻദാസും മാനേജർ വാത്യാട്ട് ശ്രീ VN ശേഖരപ്പണിക്കരുമാണ്. യോഗവിദ്യയും ആയുർവേദവും ഭാരതീയ ജീവിത രീതിയിലെ ചികിത്സാ മാർഗങ്ങളാണ്. യോഗവിദ്യയിലൂടെ ശാരീരികവും മാനസികവുമായ ക്ഷമത സിദ്ധമാകുന്നു. യോഗവിദ്യയുടെ ബോധവൽക്കരണം നൽകുന്നത് യോഗാചാര്യനായ ശ്രീ ചന്ദ്രസേനൻ അവർകളാണ്. എന്റെ പേര് CV ചന്ദ്രസേനൻ. ആലപ്പുഴ സെന്റ് മേരീസ് റെസിഡൻഷ്യൽ സെൻട്രൽ സ്കൂൾ, ബ്രൈറ്റ് ലാൻഡ് ആലപ്പുഴ, SRR LPS പാട്ടുകളം എന്നീ സ്കൂളുകളിൽ വർഷങ്ങളായി കുട്ടികളെ യോഗ പഠിപ്പിച്ചു വരുന്നു. യോഗ എന്ന് പറയുമ്പോൾ അത് കേവലം ശാരീരികമായ അഭ്യാസ പ്രകടനങ്ങൾ മാത്രമല്ല, അതൊരു ജീവിതചര്യയാണ്. യോഗയെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ വിശദീകരിച്ചിട്ടുണ്ട്. കർമ്മം, ജ്ഞാനം, ഭക്തി, രാജയോഗങ്ങൾ എന്നീ ക്രമത്തിലാണ് അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളത്. രാജയോഗം വരുമ്പോൾ പ്രാണായാമത്തെക്കുറിച്ചും എക്സർസൈസിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. മനസ്സിന്റെ സ്വസ്ഥതയും ശരീരത്തിന്റെ സ്വസ്ഥതയും കൊണ്ട് മാത്രമേ മോക്ഷത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ എന്നതാണ് രാജയോഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് മഹർഷി പതഞ്ജലി അദ്ദേഹത്തിന്റെ യോഗസൂത്ര എന്ന ഗ്രന്ഥത്തിൽ മനുഷ്യർക്ക് വേണ്ടി ഇത് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ശിവഭഗവാൻ അദ്ദേഹത്തിന്റെ പത്നി പാർവതി ദേവിക്ക് യോഗയെക്കുറിച്ച് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. 84 ലക്ഷം ആസനങ്ങളാണ് അതിൽ ശിവഭഗവാൻ വിശദീകരിക്കുന്നത്. 84 ലക്ഷം ജീവികൾ ലോകത്തുണ്ടെന്നും ഓരോ ജീവികളും അവരുടെ ചര്യകളെ ആസ്പദമാക്കി ഇരിക്കുന്നതും കിടക്കുന്നതും നടക്കുന്നതുമെല്ലാം കണക്കാക്കിയിട്ടാണ് ഭഗവാൻ പാർവതി ദേവിക്ക് ആസനങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നത്. ഈ വിശദീകരണത്തെ സംബന്ധിച്ച് കേരണ്ട മുനി അദ്ദേഹത്തിന്റെ പുസ്തകമായ കേരണ്ട സംഹിതയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഏകദേശം 200 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന സ്വാമി സ്വാത്മാരാമൻ ഗൃഹസ്ഥരായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടി ഹഠയോഗ പ്രദീപിക എന്ന ഗ്രന്ഥത്തിൽ യോഗ സാധാരണക്കാർക്ക് വേണ്ടി വ്യക്തമാക്കപ്പെട്ടു. അതിൽ അഷ്ടാംഗയോഗമാണ് അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളത്. അഷ്ടാംഗയോഗം എന്ന് പറഞ്ഞാൽ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാര,
ധാരണ, ധ്യാനം, സമാധി. ഇതിൽ ഗൃഹസ്ഥരായിട്ടുള്ളവർക്ക് 5 എണ്ണമാണ് വിധിച്ചിട്ടുള്ളത്. അതായത് യമം, നിയമം, ആസനം, പ്രാണായാമം, ധ്യാനം. മറ്റു 3 എണ്ണം സന്യാസി സമൂഹത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അവരാണ് ലോകക്ഷേമത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവർ. നമുക്ക് ഗൃഹസ്ഥരായിട്ടുള്ളവർ എന്ന നിലയിൽ അഷ്ടാംഗയോഗത്തിലെ ഈ 5 ഭാഗങ്ങളാണ് ഇവിടെ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത്. യമം എന്ന് പറഞ്ഞാൽ സത്യം, അഹിംസ, ആസ്തേയം, അപരിഗ്രാഹ്യം, ബ്രഹ്മചര്യം. സത്യം എന്ന് പറഞ്ഞാൽ സത്യം മാത്രം പറഞ്ഞ് ജീവിക്കുക. അഹിംസ എന്ന് പറഞ്ഞാൽ കൊല്ലുകയും കൊല്ലാതിരിക്കുകയും ചെയ്യുക, മറ്റുള്ളവരെ കൊല്ലാൻ പ്രേരിപ്പിക്കാതിരിക്കുകയും ചെയ്യുക. ആസ്തേയം എന്ന് പറഞ്ഞാൽ മോഷണം. മോഷണം എന്നാൽ മറ്റുള്ളവരുടെ അപഹരിക്കാതിരിക്കുക, കള്ളക്കണക്ക് എഴുതാതിരിക്കുക. അപരിഗ്രാഹ്യം എന്ന് പറഞ്ഞാൽ കൂട്ടിവെക്കാനുള്ള അമിതമായ താല്പര്യം. സ്വത്തും ധനവും എല്ലാം നമുക്ക് കൂട്ടിവെക്കാൻ വളരെ താല്പര്യമാണല്ലോ, പക്ഷെ അതിനൊരു നിയന്ത്രണം ഏർപ്പെടുത്തണം. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ കല്യാണം ചെയ്യാതെ അല്ലെങ്കിൽ കുടുംബമായിട്ട് ജീവിക്കാതെ ഇരിക്കുക എന്നതല്ല, മറിച്ച് നമ്മുടെ ലൈംഗിക ജീവിതം നിയന്ത്രണമുള്ളതായിരിക്കണം എന്നാണ് ബ്രഹ്മചര്യം കൊണ്ട് അഷ്ടാംഗയോഗത്തിൽ ഉദ്ദേശിക്കുന്നത്. അടുത്തത് നിയമം. ശൗച, സന്തോഷ, തപ, സ്വാധ്യായന, ഈശ്വര പ്രണീധാനം. ശൗചം എന്ന് പറഞ്ഞാൽ ശുദ്ധമായിരിക്കുക. വാക്ക്, വിചാരം, വപുസ്, ചിന്ത തുടങ്ങിയിട്ടുള്ള 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എപ്പോഴും ശുദ്ധമാക്കി വെച്ചുകൊണ്ട് ഇരിക്കുക. സന്തോഷം എന്ന് പറഞ്ഞാൽ മുഖത്ത് സദാ സന്തോഷവാനായിരിക്കുക, അത് മറ്റുള്ളവരെയും സന്തോഷിപ്പിക്കും. തപ എന്ന് പറഞ്ഞാൽ തപസ്സല്ല, മറിച്ച് ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും കൃത്യനിഷ്ഠതയോടുകൂടി ചെയ്യുക. കൃത്യതാബോധം എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുക, അടുക്കും ചിട്ടയും ഉണ്ടായിരിക്കുക. സ്വാധ്യായന എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുകളിൽ നിന്ന് പഠിക്കുക, പുസ്തകങ്ങളിൽ നിന്ന് പഠിക്കുക, എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുക. ചുറ്റുപാടുമുള്ള മനുഷ്യരാണ് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ. അവർ ബന്ധുക്കളാകാം, മറ്റുള്ളവരാകാം. അവരെ നമ്മൾ ഒരിക്കലും ശത്രുക്കളാകരുത്. ഈശ്വര പ്രണീധാനം എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യരാണ്. മനുഷ്യരെന്നുള്ള നിലയിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള പോരായ്മകളുണ്ട്. അപ്പോൾ നാം ചെയ്യുന്ന ഏത് പ്രവൃത്തിയും എത്ര മഹത്തരമായാലും അതിൽ പോരായ്മകൾ കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചശക്തിയിൽ അഥവാ ഈശ്വരനിൽ അത് അർപ്പിച്ച് ചെയ്താൽ നമുക്ക് കൂടുതൽ കൂടുതൽ നന്നായി വ്യക്തമായി ചെയ്യാനുള്ള സാധ്യത കിട്ടും. ഇതാണ് യമ നിയമങ്ങൾ. ആസനങ്ങൾ എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ സ്വാഭാവികതയെ സംരക്ഷിക്കുന്ന വ്യായാമ മുറകളാണ്. സ്വാഭാവികതകൾ എന്ന് പറഞ്ഞാൽ രക്തചംക്രമണ വ്യവസ്ഥ, സർക്കുലേറ്ററി സിസ്റ്റം കഴിഞ്ഞാൽ പിന്നെ മസിൽ വ്യവസ്ഥ, ഗ്രന്ഥി വ്യവസ്ഥ, സ്കെൽട്ടൺ തുടങ്ങി നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ വ്യവസ്ഥകളെയും വളരെ ഫലപ്രദമായി സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന ഒരു പദ്ധതിയാണ് ഇതിലെ ആസനങ്ങൾ. ആസനങ്ങൾ ചെയ്യുമ്പോൾ ശരീരം എപ്പോഴും സ്വസ്ഥമായിട്ടിരിക്കും. ശരീരത്തെ വ്യാധിയിൽ നിന്നും രക്ഷിക്കാം. പ്രാണായാമം എന്ന് പറഞ്ഞാൽ പ്രാണനെ നിയന്ത്രിച്ചുപയോഗിക്കുന്നതിന് പ്രാണായാമം എന്ന് വിളിക്കുന്നു. നമ്മൾ സാധാരണഗതിയിൽ ശ്വസിക്കുന്ന ഓക്സിജൻ അല്ല സാക്ഷാൽ പ്രാണൻ. അത് ലോകത്തിന്റെ ശക്തിയാണ്, അഥവാ എനർജിയാണ്. വിത്തൽ എനർജി എന്ന് അതിനെ വിളിക്കും. പ്രാണൻ ശരീരത്തിൽ ശരിയായി വിന്യസിച്ചാൽ ഓക്സിജന്റെ വിന്യാസവും വളരെ ഫലപ്രദമായിട്ടിരിക്കും. അതുവഴി ശരീരത്തിനും മനസ്സിനും സ്വസ്ഥത ലഭിക്കും. ധ്യാനം അഥവാ മെഡിറ്റേഷൻ മനസ്സിന്റെ കേന്ദ്രീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. മനസ്സിൽ ഒന്നുമില്ലാതിരിക്കുന്ന മനുഷ്യാവസ്ഥ ഒരു വ്യക്തി ചിന്തിക്കാനേ സാധ്യമല്ല.